ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷ പിറവിയിലേക്ക് പോവുകയാണ്. അതായത് 1201 ആണ്ടിലേക്ക് കടന്നു. 1200 കഴിഞ്ഞു, 1201 ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പുതുവർഷം പിറക്കുന്നത് 2025 ആഗസ്റ്റ് 17 തീയതിയാണ്. ഞായറാഴ്ച ദിവസം ഉദയത്തിന് മുമ്പ് 11 നാഴികയ്ക്ക്, അതായത് പുലർച്ചെ 1 മണി 55 മിനിറ്റിനാണ് പുതുവർഷം പിറക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിലാണ് പുതുവർഷം വരുന്നത്. കാർത്തിക നക്ഷത്രം ഇടവക്കൂറാണ്. ഇടവക്കൂറിലാണ് പുതുവർഷം വരുന്നത്. അതുപോലെ തന്നെ അന്നേക്ക് വരുന്ന ലഗ്നം, ഉദയ ലഗ്നം എന്ന് പറയുന്നത് ഇടവലഗ്നമാണ്. ഇടവലഗ്ന സമുച്ചയത്തിൽ ചിങ്ങരവി സംക്രമം, ചിങ്ങ രാശിയിലേക്ക് രവി പ്രവേശിക്കുക എന്നാണ്, സൂര്യൻ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ചിങ്ങരവി സംക്രമം, ചിങ്ങമാസം പിറക്കുന്നു, പുതുവർഷം പിറക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ചിന്തിക്കുമ്പോൾ ലഗ്നം വരുന്നത് ഇടവ ലഗ്നം തന്നെയാണ്. ലഗ്നത്തിന്റെ 2ാം ഭാവത്തിൽ വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ധനകുടുംബ സ്ഥാനമായ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. 3ാം ഭാവത്തിൽ ബുധൻ, 4ാം ഭാവത്തിൽ സൂര്യനും കേതുവും, 5ാം ഭാവത്തിൽ ചൊവ്വ, 10ൽ രാഹു, 11ൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയും വ്യാഴവും അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് അത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു തന്നെയാണ്. അപ്പോൾ മലയാള വർഷപ്പിറപ്പ് ഏകദേശം ഭൂമിയെ സന്ദർഭകാലം, ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ്. നമ്മൾക്ക് ഓരോ രാശികൾക്ക് എങ്ങനെ ഉണ്ടാവും. മിഥുനക്കൂറുകാർക്ക് മകീരത്തിന്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദവും കൂടി ചേരുന്ന, പുണർദത്തിന്റെ 3/4 ഭാഗം കൂടി ചേരുന്ന മിഥുനക്കൂറുകാർക്ക് ചിങ്ങമാസ പിറവിയും അതുപോലെ പുതുവർഷ പിറവിയും ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. വർഷത്തിന്റെ ആരംഭഘട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം ചിങ്ങം കഴിഞ്ഞ് തുലാമാസം കഴിയുന്നതോടുകൂടി, വൃശ്ചിക മാസം പിറക്കുന്നതോടുകൂടി ഇവരുടെ പുതിയ വഴിത്തിരിവ് തെളിയുകയായി വർഷത്തിൽ തന്നെ വൃശ്ചിക മാസം തൊട്ട് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നല്ല ബന്ധങ്ങൾ കൂട്ടിപ്പിടിക്കുവാനുള്ള സാഹചര്യം, നല്ല നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കീഴടക്കുവാനും അതുപോലെ നമ്മളുടെ വർത്തമാനത്തിന് സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മളുടെ വർത്തമാനത്തിന് വില കൽപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. മാന്യത പ്രവർത്തിക്കും. ജനസമൂഹത്തിൽ നല്ല ശ്രേഷ്ഠമായിട്ട് വരികയും ചെയ്യും. അതുപോലെ ധീരമായിട്ടുള്ള പ്രവർത്തികളിൽ ഇറങ്ങി തിരിച്ച് ധീരതയ്ക്കുള്ള പ്രശസ്തികളും മറ്റുള്ളതും കിട്ടും. കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ വിജയ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ഡൗണായിക്കൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാ കായിക താരങ്ങളും കലാതാരങ്ങളും അതുപോലെ ആ ടെക്നീഷ്യനുകളും എല്ലാം വിപരീതമായിട്ട് ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇപ്പോഴുള്ള ഈ പുതുവർഷത്തിൽ ഇവർ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദൂരദേശ യാത്ര, വിദേശ യാത്ര കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും തിരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. പോയ കുടുംബൈശ്വര്യം തിരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭത്തിനും കുടുംബത്തിന് ഐശ്വര്യം വരുവാനുള്ള സാധ്യതയും വിവാഹ മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടക്കുവാനുള്ള സാധ്യതയും വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാൻ ചില താമസങ്ങൾ ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നടന്നിരിക്കും എന്ന് തന്നെ പറയുക. അതുപോലെ സന്താനങ്ങളെ നല്ല വിദ്യാഭ്യാസത്തിന് ചേർത്തുവാനും സന്താനങ്ങളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും അതുപോലെ വിവാഹ സംബന്ധമായ കാര്യത്തിലും മെനക്കെട്ട്, അതായത് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിറങ്ങും. അതിൽ സക്സസ് ഉണ്ടാവും. അതായത് പരിപൂർണപരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കും എന്ന് തന്നെ പറയാം. മിഥുനക്കൂറിൽ പെട്ടിരിക്കുന്ന ഈ വർഷത്തിൽ ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ തന്നെ ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. അത് കാരണം പുതുവർഷം ഇവരെ നല്ലപോലെ വരവേൽക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ വൻ തിളക്കം ഉണ്ടാവും. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും നല്ല ഗുണകരമാണ്. അതുപോലെ വസ്ത്രമേഖലയിലും പെട്ടിരിക്കുന്നവർക്കും ഗുണകരമാണ്. തൊഴിൽ മന്ദത ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ആ തൊഴിൽ മന്ദതയ്ക്ക് സാധ്യതയ്ക്കനുസരിച്ചിട്ട് ഭഗവാൻ അയ്യപ്പ സ്വാമിയെ മനസ്സാൽ വചിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ദർശനം കൊണ്ട് അവർക്ക് ചെറിയ വഴിപാടുകളെല്ലാം ചെയ്തു വരുന്ന വർഷം ആ തൊഴിൽ തടസ്സങ്ങൾ മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയം സബലീകരിക്കുവാനുള്ള സാധ്യതയും ഭാര്യ ഭർത്താക്കന്മാർ ഐക്യതയോടുകൂടി കഴിയാനുള്ള സാധ്യതയും കുടുംബത്തിൽ നല്ല ഐക്യത്വം വരുവാനുള്ള സാധ്യതയും ഈ വർഷത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവർക്ക് ഗുണാനുഭവം തന്നെയാണ് ഇതിനെ കുറുകാരെ കൊടുത്തത്. നമസ്കാരം.